പാളയംകോടൻ പഴം അധികമുണ്ടെങ്കിൽ കളയരുതേ. നമുക്കൊരു സൂപ്പർ അടയുണ്ടാക്കിയെടുക്കാം. നിങ്ങൾ ഉറപ്പായും ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. നമുക്കതിനായി ആവശ്യമുള്ളത്ര പഴം മിക്സിയിലേക്ക് ഇട്ട് കൊടുത്ത് അതൊന്ന് അടിച്ചെടുക്കാം. ഇവിടെ ഞാനൊരു 15 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരു വലിയ ഉണ്ട ശർക്കര ഉരുക്കാനും വെച്ചിട്ടുണ്ട്. അതൊന്ന് ഉരുകി വെള്ളം വറ്റി വരുമ്പോൾ നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് കുറുകി വരണം. ഈ സമയം കുറച്ച് നെയ്യും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാമേ. നെയ്യ് കുറച്ച് അധികമായാലും കുഴപ്പമില്ല. കുറച്ച് ചുക്കുപൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഏലക്കയും ജീരകവും പൊടിച്ചതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോഴേക്കും നല്ലൊരു ഫ്ലേവർ വരും കേട്ടോ. കുറച്ച് ഉപ്പ് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് ഇളക്കി ഇതുപോലെ വറ്റിച്ചെടുക്കണം. അധിക സമയമൊന്നും വേണ്ട കേട്ടോ വറ്റി വരാൻ. ഒരു കപ്പ് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അരിപ്പൊടിയാണ് ഇഷ്ടമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാമേ. എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇവിടെ ഞാൻ 1.5 കപ്പോളം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം. ഇല വാട്ടിയെടുത്ത് നമുക്ക് കുറേശ്ശെ അതിലേക്ക് വച്ചു കൊടുത്ത് മടക്കിയെടുക്കാം. ഇലയിൽ വച്ചു കൊടുത്ത് ഒന്ന് മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയേ. ഇങ്ങനെ മാവ് മൊത്തം നമുക്ക് ഇലയിൽ വെച്ച് മടക്കിയെടുക്കാം. സ്റ്റീമറിൽ വച്ച് ഒരു 15 മിനിറ്റ് ആകുമ്പോഴേക്കും അട റെഡിയാകുമേ. വേസ്റ്റാക്കി കളയാതെ പഴം ഉപയോഗിച്ച് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ട് നമുക്കൊരു പലഹാരം ഉണ്ടാക്കിയെടുക്കാം.